സ്തോത്രം. Thank you, Jesus. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അശുദ്ധനെ സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഈ സായംവേളയിൽ നടക്കുന്ന ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വളരെ ദൈവാശ്രയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നെല്ലാം നമ്മുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ദൈവത്തിന്റെ സ്തോത്രത്തോടെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിഷയങ്ങളെല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഏത് സമയത്തും അവസരഭേദം കൂടാതെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് നമ്മുടെ ആവശ്യങ്ങളെ അറിയിപ്പാൻ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് എന്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്തതായ ചെറുതും വലുതുമായ നന്മകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദിയുള്ളവരായി നമുക്ക് ഈ രാത്രി ദൈവത്തിന് മഹത്വം കരയറ്റാം. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലതു ഭാഗത്ത് പ്രമോദങ്ങളുമുണ്ട്. ഇന്ന് രാത്രിയിൽ നാം ദൈവസ്ഥനിൽ വരട്ടായിരിക്കുന്നതായ സമയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി വിടുതലാക്കി ദൈവം തീർക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിധങ്ങളായ ആവശ്യങ്ങൾ നാം ദൈവസ്ഥനിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ ഭണ്ഡാരം തുറന്നിരുന്ന സന്ധിയിൽ കർത്താവ് എല്ലാവരുടെയും വിഷയങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ തുറക്കപ്പെടേണ്ട വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുവാൻ ആവശ്യമായ വിടുതലുകൾ തക്ക സമയങ്ങളിൽ ദൈവഹിത പ്രകാരം നൽകി നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം ഞങ്ങളെ നടത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്ത ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശത്രുക്കളുടെ കാര്യങ്ങളിൽ അകപ്പെടാതെ വണ്ണം ദുഷ്ടൻ കാണാതെ ഞങ്ങളെ സൂക്ഷിച്ചവിടെ വിധങ്ങൾക്കായി സ്തോത്രം കർത്താവേ. അതുപോലെ കർത്താവെ ആഭ്യന്തരകലഹം നടക്കുന്നതായ ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിനായി സിറിയയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മനസ്സിലേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതുവരെയും കർത്താവിന്റെ വചനം കർത്താവെ എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ നിന്റെ വചനവുമായ ദിവസങ്ങളിൽ വിശ്വസ്തരായ അനേക വേലക്കാരെ അവിടെ നയിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാരോ ചുരുക്കമെന്ന് ഞങ്ങൾ വായിക്കുന്ന കർത്താവെ, കൊയ്ത്തിനായ ദിവസങ്ങളിൽ വിശ്വസ്തരായ വേലക്കാരെ അയക്കുകയും അങ്ങയുടെ വേല കഴിക്കുവാൻ ദൈവമിടയാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് വിശാലമാക്കണമേ കർത്താവെ. റേഡിയോ മുഖേനയും ടെലിവിഷൻ മുഖേനയും കർത്താവെ, അതുപോലെ വിവിധ നിലകളിലൂടെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഈ സമയം കർത്താവെ ബൈബിൾ സൊസൈറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ കർത്താവെ വചനം എത്തിക്കുവാൻ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതുവരെയും കർത്താവെ ബൈബിൾ പ്രിന്റിട്ടില്ലാത്ത ലിപികളുണ്ട് കർത്താവെ. ആ ഇടങ്ങളിലെല്ലാം കർത്താവിന്റെ വചനം പ്രിന്റിയെത്തക്കതുപോലെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുത്തിലെ ഒരു ആവശ്യം കൂടെ സമർപ്പിച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ നടക്കുന്നതായ വചന പഠനം ഒരു വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കർത്താവ് കാരണമാക്കണമേ. അവിടുത്തെ വചനം പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ദാസനായ സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അവിടുന്ന് നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ വരുന്ന മാസങ്ങളിൽ നടക്കുന്ന കോൺഫറൻസുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശശാല പിസിനാക്കിന്റെ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ സഭകളുടെയും മുന്നിൽ നടക്കുന്ന കർത്താവെ കോൺഫറൻസുകളെ ഓർത്തടികൾ പ്രാർത്ഥിക്കുന്നു. തുടങ്ങുന്ന എല്ലാ മീറ്റിങ്ങുകളിലും കർത്താവിന്റെ വലിയ അനുഗ്രഹം പകരുകയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വീക്കെൻഡിൽ കർത്താവെ ഞങ്ങൾക്ക് അനുവദമില്ലാത്ത ബദറാണെന്ന് ഞങ്ങൾ കേട്ട് കർത്താവെ എന്റെ സഹോദരങ്ങൾ ജോലിയിലും മറ്റുമായി യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ദൈവത്തിന്റെ സൂക്ഷ്മ നൽകേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ അവിടുത്തെ സൂക്ഷ്മ
സംരക്ഷിപ്പ് നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങൾ ആർക്കും ഭവിക്കാതെ വണ്ണം കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കണമേ. ഓരോരുത്തരുമായിരിക്കുന്ന ഭവനങ്ങളിൽ അവിടുത്തെ രക്തമടയാളമായി സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെയും അവിടുത്തെ രക്തകോട്ടകളിൽ മറച്ചടികൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരത്തിലെ കടികളെ സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് സന്ധ്യയിലങ്ങയുടെ നാമോഹത്തനായ പാട്ടിലൂടെ കർത്താവേ അങ്ങേ മഹത്വപ്പെടുന്ന സഹോദരിക്കായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ കരത്തിലേക്ക് ഈ എന്ത് പ്രാവശ്യം കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ പകൽക്കാലം അവിടുത്തെ ആലോചനകൾ നടത്തുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥകടത്തിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. Jesus, thank you, Jesus. രാജ്യങ്ങളിലുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു ഗാനം ശ്രവിക്കാം. സിസ്റ്റർ റിൻസി നമുക്ക് ആ ഒരു പാട്ട് പാടുന്നതായിരിക്കും. നിത്യജീവദാനം തന്ന യേശുവിൻ കൂടെ വാഴുവാൻ കൊതിയേറിടുന്നേ. പുറം പറമ്പിൽ കിടന്ന എന്നെ പറുദീസ നൽകാൻ തിരഞ്ഞെടുത്തു. നാശകരമായ കുഴിയിൽ നിന്നും യേശുവിന്റെ നാമം ഉയർച്ച തന്നു. നല്ലൊരവകാശം തന്ന നാഥനെ ഒന്ന് കാണുവാൻ കൊതിയേറിടുന്നേ. നിത്യജീവദാനം തന്ന യേശുവിൻ കൂടെ വാഴുവാൻ കൊതിയേറിടുന്നേ. കുഴഞ്ഞ ചേറ്റിൽ കിടന്ന എന്നെ വഴിയൊരുക്കി കരകയറ്റി. പാളയത്തിന്റെ പുറത്തു നിന്നും പാനപാത്രത്തിൻ അവകാശിയായി നല്ലൊരവകാശം തന്ന നാഥനെ ഒന്ന് കാണുവാൻ കൊതിയേറിടുന്നേ. നിത്യജീവദാനം തന്ന യേശുവിൻ കൂടെ വാഴുവാൻ കൊതിയേറിടുന്നേ. കുരിശെടുക്കാൻ കൃപ ലഭിച്ച കുറയനക്കാരിൽ ഒരുവൻ ഞാനും. പറന്നിടുമേ, ഞാനും പറന്നിടുമേ. പ്രിയൻ വരുമ്പോൾ വാനി പറന്നിടുമേ. നല്ലൊരവകാശം തന്ന നാഥനെ ഒന്ന് കാണുവാൻ കൊതിയേറിടുന്നേ. നിത്യജീവദാനം തന്ന യേശുവിൻ കൂടെ വാഴുവാൻ കൊതിയേറിടുന്നേ. നല്ലൊരവകാശം തന്ന നാഥനെ ഒന്ന് കാണുവാൻ കൊതിയേറിടുന്നേ. നിത്യജീവദാനം തന്ന യേശുവിൻ കൂടെ വാഴുവാൻ കൊതിയേറിടുന്നേ. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ റിൻസി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ ശബ്ദം അനേകരുടെ ആശ്വാസത്തിനും വിടുതലിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും ചില നിമിഷങ്ങളോട് ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി നമുക്ക് സമയം വേദനിക്കാം. ഈ സന്ധ്യ നടക്കുന്ന വേദ വചന പഠനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന്, ഒരു പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് നമ്മെ ഇന്ന് രാത്രി കർത്താവ് നയിക്കേണ്ടതിന്, വചനം കേട്ട് നമ്മെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, വചനത്തിലൂടെ വചനത്തിൽ വേരൂന്നി കർത്താവിന്റെ ഉറപ്പുള്ളവരായി നിൽക്കുവാൻ, ഏത് പ്രലോഭനങ്ങളിലും ഏത് പ്രതികൂലങ്ങളിലും അടിവതറാതെ കർത്താവിനോട് നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം.
വചനം വിഭാഗിക്കുന്ന കർത്താവിന്റെ ദാസനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അധികാരത്തോടെ വിഭാഗിപ്പാൻ ശാരീരികമായും ആത്മീകമായും കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാല പാട്ടിൽ ദൈവനാമത്തിനായി സഹോദരിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രയർ ലൈനായി നമുക്ക് പ്രാർത്ഥിക്കാം. വരും ദിവസം നടക്കുന്നതായ പ്രയർ ലൈൻ്റെ മീറ്റിങ്ങുകളിലും മധ്യസ്ഥ പ്രാർത്ഥനകളും എല്ലാം കർത്താവ് അനുഗ്രഹമാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ഈ ലൈനിലായിരിക്കുന്ന ഒരാൾ ദയവായി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, പിതാവേ, കർത്താവേ, നല്ല രാത്രികാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നല്ലൊരു പകൽ വേളയ്ക്ക് ശേഷം ഹല്ലേലൂയ അവിടുത്തെ പാതപിടുത്തങ്ങളിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കർത്താവേ, പല ദേശത്തായി കർത്താവേ, പല ഭവനങ്ങളിലായിരുന്നു കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ കർത്താവേ, നല്ല പാട്ടുകൾ ശ്രമിപ്പാൻ കർത്താവ് നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹാലിലിയ കഴിഞ്ഞ പോലെ കാലം ഹാലിലിയ അനുഗ്രഹത്തിന്റെ ഒരുപോലെ ഫലമാക്കി തീർത്തനായി സ്തുതിക്കുന്ന കൃപയുടെ മറവിൽ കർത്താവേ, ഞങ്ങളെ കാത്തു പരിപാലിച്ചനായി സ്തോത്രം കർത്താവേ. പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ വരാവുന്ന കർത്താവേ, കൃപയുടെ മറവിൽ സൂക്ഷിച്ചനായി സ്തോത്രം കർത്താവേ. രക്തക്കോട്ടകളിൽ ഭോജനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ പോക്കിലും വരയിലും മടക്കി യാത്രയിലൊക്കെയും കർത്താവിന് കൃപയെ സാന്നിധ്യം കൂടിയതിനായി സ്തോത്രം. കുഞ്ഞുങ്ങളുടെ സ്കൂളിലും കോളേജ് ജീവിതത്തിലും കർത്താവിന് കൃപ അനുഭവിപ്പാൻ കൃപയാക്കിനായി സ്തുതിക്കുന്ന കർത്താവേ. കുടുംബങ്ങളായ വ്യക്തികളായ കർത്താവെ ഇത്രത്തോളം അനുഗ്രഹിച്ചു ഹാലേലൂയ അവിടുത്തെ സാന്നിധ്യത്തിന് ചെറുങ്കിലായിരിക്കാൻ കർത്താവെ തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ഇവിടേക്ക് കടന്നു വന്ന് കർത്താവെ ഒരുമിച്ച് അവിടുത്തെ പാതോടത്തിൽ നിന്ന് അവിടുത്തെ വചനം ശ്രമിപ്പാൻ അവിടുത്തെ വചനം പഠിക്കുവാൻ കർത്താവെ അവിടെ തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ രാത്രി കാലം അവിടുത്തെ വചനത്തെ കൂടി ഞങ്ങളോട് സംസാരിച്ചില്ല കർത്താവെ ഹാലേലൂയ. ഏത് ദിവസങ്ങളിൽ കർത്താവിന്റെ സ്ഥലത്തേക്ക് ഒന്ന് അടുത്ത് ജീവിപ്പാൻ ദൈവത്തിന്റെ ഹിതപ്രാരം മാത്രം കർത്താവെ ഞങ്ങളെ തന്നെ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥന കേൾക്കുന്ന വചനത്തിനു ഭാഗെ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. രാത്രികാലം വചന ശ്രവ്യം കർത്താവെ, ദൈവമേ കർത്താവെ ഹാലേലൂയ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഹാലേലൂയ ദൈവമേ കർത്താവെ സുവിശേഷിക്കുന്ന ദാസിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ വചനത്തിൽ കൂടി കർത്താവെ സക്രിയ പ്രവചനത്തിൽ കൂടി കർത്താവെ ഏതൊക്കെ ആവശ്യമായ മർമ്മങ്ങളുടെ കർത്താവെ രാത്രികാലം പരിശുദ്ധാത്മാവിൽ കൂടി കർത്താവിൻ ദാസിൽ കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ വിളമ്പിത്തരുവാൻ ആവശ്യമായ സ്വർഗീയ ജ്ഞാനത്തിന്റെ മകന്റെ മേലോടൊന്ന് പകർന്നോൾ മറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ ഹാലേലൂയ അവിടുത്തെ രക്തക്കോട്ടകളിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടുന്ന് സൂക്ഷിക്കണമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവിക ജ്ഞാനത്താൽ രാത്രികാലം ദാസിനെ അവിടെ നിറച്ചുൾ മറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൃപയുടെ മറവിൽ അവിടുന്ന് മറച്ചുൾ മറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലൂയ. ദൈവമേ പ്രളയത്തിലേക്ക് കർത്താവെ കടന്നിരിക്കുന്ന എല്ലാ കർത്താവെ കുടുംബങ്ങളെയും വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. രാത്രികാലം ദൈവത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവമേ കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ കർത്താവെ ഞങ്ങൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് വിശുദ്ധിയോടെ ജീവിപ്പാൻ ഹാലിയ വരും ദിവസങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലേലൂയ. ദൈവമേ പാട്ടുപാടിയും ദാസി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. കുടുംബം അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും. വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി അധികം ശ്രമിപ്പാൻ കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രലായിക്കുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവെ ഹാലേലൂയ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും അവിടുത്തെ വചനത്തിൽ കൂടി ഞങ്ങൾക്ക് മറുപടി ഒന്ന് മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലൂയ. ദൈവമേ സ്തോത്രം. വരും ദിവസങ്ങളിൽ കർത്താവ് പ്രേരണ കർത്താവെ നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും ദൈവനാമത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും കർത്താവെ. ചില ജീവിതങ്ങൾ ഹാലേലൂയ ദിവസങ്ങളിലേക്ക് അടുത്തൊരു കർത്താവ് അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ കർത്താവ് വചനത്തിൽ കൂടി കർത്താവ് മക്കളോട് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം ഞങ്ങൾക്ക് ഏറ്റവും ആശ്വാസമായി തീരുവാൻ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് വിടുതലിന് കാരണമായി തീരുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിഷയത്തിന് കർത്താവ് മറുപടിയായി തീരുവാൻ ഹാലേലൂയ രാത്രികാലം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രാവശ്യങ്ങളുടെ താഴ്ത്തിയിരുന്ന പ്രാർത്ഥനയുണ്ടായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നതിനായി കേൾക്കുമാറാണമേ. ആമേൻ. സ്തോത്രം കർത്താവ്. പ്രാർത്ഥനകൾ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. തുടർന്ന് ഡോക്ടർ ജോൺ വർഗീസ് നമ്മെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് താങ്ക് യു. ഇന്ന് രാത്രിയിൽ ദൈവവചന പഠനത്തിനായി കർത്തസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. സക്രിയ പ്രവചനം നാം പഠിക്കുവാൻ തുടങ്ങിയിട്ട് ചില നാളുകളായി. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ് ഇതുവരെയും പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചത്. ഇനിയും 13ഉം 14ഉം അധ്യായങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇന്ന് രാത്രിയിൽ 13ആം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഒരാൾ 9 വാക്യങ്ങളുള്ളതായ ഈ 13ആം അധ്യായം വായിച്ച് സഹായിക്കണം. സക്രിയ പ്രവചനം ചാപ്റ്റർ 13.
അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ പേരില്ലാതാക്കും. ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്ത് നിന്ന് നീക്കിക്കളയും എന്ന യഹോവയുടെ അരുളപ്പാട്. ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട് യഹോവയുടെ നാമത്തിൽ ഭോഷ്ക് സംസാരിക്കുന്നത് നീ ജീവനോടിരിക്കുകയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനെ പ്രവചിക്കയിൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും. അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ ദർശനത്തെ കുറിച്ച് ലജ്ജിക്കും. ലജ്ജിക്കേണ്ടതിന് അവർ രോമമുള്ള മേലങ്കി ധരിക്കുകയുമില്ല. ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. എന്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്ന് അവൻ പറയും. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. വാളെ എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും. എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. മുന്നിൽ ഒരംശം ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എന്റെ ദൈവമെന്ന് അവരും പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച നല്ല ദൈവമേ, അവിടുത്തെ വചനത്തിന്റെ മുമ്പാകെ ഏഴകളായിരിക്കുമ്പോൾ തിരുവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഈ അധ്യായം പഠിപ്പിക്കുവാൻ ആവശ്യമായ കൃപയും ജ്ഞാനവും എനിക്ക് നൽകുമാറാകണമേ. അവിടുത്തെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ദൈവജനം ക്രിസ്തുവേശുവിൽ അനുഗ്രഹം പ്രാപിപ്പാൻ വചന കേൾവിയിൽ കൂടെ ഇടയാക്കണമേ. സ്വർഗീയമായ ജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ സഹായം ഇവയൊക്കെയും അവിടുന്ന് നൽകി ഇന്ന് രാത്രി മഹത്വം എടുക്കണമേ. നന്മയ്ക്കെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളെ ഫൽസിച്ചകറ്റുന്നു. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നാം പഠിച്ചുവല്ലോ, സക്രിയ പ്രവചനത്തിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് 12, 13, 14 അധ്യായങ്ങൾ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലും അതിനെ തൊട്ടു മുമ്പേ എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തെ നടക്കുന്നതായ പീഡനങ്ങളും ഒക്കെയാണ് ഈ അധ്യായങ്ങളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാവചനീയ സൂക്തങ്ങളാണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിന് മുമ്പുള്ളതായ അധ്യായങ്ങളിൽ ഭൂരിപക്ഷവും നിവർത്തീകരിക്കപ്പെട്ടതും ഇനിയും നിവർത്തീകരിക്കപ്പെടുവാനുള്ളതും നാം ചിന്തിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ 12, 13, 14 അധ്യായങ്ങളിൽ നിവർത്തീകരിക്കപ്പെടുവാനുള്ള പ്രവചന വേദഭാഗങ്ങളാണ് കൂടുതലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേ സന്ദർഭത്തിൽ തന്നെ ചരിത്രത്തിലേക്ക് മടക്കി കൊണ്ടുപോയി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ചില കാര്യങ്ങൾ അവിടെയായി നമ്മെ ഈ അധ്യായങ്ങളിൽ പഠിപ്പിക്കുന്നുമുണ്ട്. സക്രിയ പ്രവചനം 12-ാം അധ്യായം ചിന്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്ന സന്ദർഭത്തിൽ ഇസ്രയേലിനെ വരുവാൻ പോകുന്ന നന്മയെപ്പറ്റി ചിന്തിപ്പാൻ തക്കവണ്ണം ആദ്യ വാക്യങ്ങളിൽ കൂടെ കർത്താവ് നമ്മെ സഹായിച്ചു. 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ ഇസ്രയേലിനുണ്ടാകുന്നതായ മാനസാന്തരത്തെ പറ്റിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞ രാത്രിയിൽ ഇടയായി തീർന്നത്. ദാവീദ് ഗ്രഹത്തിന്മേലും ദാവീദ് ഗ്രഹത്തിലുള്ളതായ അതിന്റെ ശാഖാ ഗ്രഹങ്ങളിൽ മേലും സ്തോത്രം കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ കർത്താവെ പകരുമെന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ലേവി ഗ്രഹത്തിന്മേലും ലേവി ഗ്രഹത്തിലുള്ളതായ ശാഖാഗ്രഹങ്ങളിൽ മേലും ദൈവം കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ നൽകും. 14-ാം വാക്യത്തിൽ അങ്ങനെ ഓരോ ഗോത്രങ്ങളിലും ഗോത്രമായി അതിന്റെ ശാഖകൾ, അതിന്റെ ഉപശാഖകൾ, അതിന്റെ ക്ലാൻസ്, ട്രൈബ്സ് ഇവരെല്ലാം തന്നെ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ദേശീയ മാനസാന്തരമാണ്
12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ദേശീയ മാനസാന്തരത്തിൽ വ്യക്തികളും കുടുംബങ്ങളും വിലപിക്കുന്ന വിലാപത്തെ പറ്റി നന്നായി 11-ാം വാക്യത്തിൽ കാണുന്നു. മെഗിദ്ദോ താഴ്വരയിൽ ഹദദ് റിമ്മോനിലെ യോശിയ രാജാവെ പടയിൽ മരിച്ചുപോയ സന്ദർഭത്തിൽ യഹൂദന്മാർ വാവിട്ട് നിലവിളിച്ച ഒരു നിലവിളി പോലെയുള്ള നിലവിളി ആയിരിക്കും, ഹൃദയംഗമായ ഒരു കരച്ചിലായിരിക്കും. ഇതുവരെയും അവർ കരഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ വിലാപം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാൻ കർത്താവ് അവരുടെ ഹൃദയത്തിന്റെ കണ്ണു തുറക്കുമ്പോൾ ഉണ്ടാകും എന്ന് സ്തോത്രം ഈ 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാസ്തവമായി യഹൂദന്മാർക്ക് ഈ ഉൾക്കാഴ്ച തുറക്കുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ 2-ാം ഘട്ടം മുതലാകുന്നുവെന്ന് പ്രാവചനികമായി പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലും ദാനിയേൽ പ്രവചനത്തിലും മറ്റ് മേജർ ആൻഡ് മൈനർ പ്രോഫസീസിൽ വ്യക്തമായി എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തിന്റെ 2-ാം ഘട്ടത്തിൽ യഹൂദന്മാർക്കുണ്ടാകുന്ന കഠിന ശോധനയിൽ ദൈവത്തിന്റെ കരം അവർ പ്രത്യേകമായി കാണുകയും വാസ്തവത്തിൽ അവർ ചെയ്തതായ ഭോഷത്വം സ്വന്തം നാമത്തിൽ വന്നതായ എതിർക്രിസ്തുവിനോട് ചെയ്ത ഉടമ്പടിയാൽ ഉള്ള ഭോഷത്വവും കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്ന അവരുടെ രക്ഷകനായ മശിഹയെ ഉപേക്ഷിച്ച് ഒരു ദാസവിലേക്ക് 30 വെള്ളിക്കാശിന് വിറ്റതും അവനെ കാൽവറിയിൽ ക്രൂശിക്കേണ്ടതിനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തതും ഒക്കെയും ഉള്ളതായ ഭോഷത്വങ്ങൾ, കഠിന പാപങ്ങൾ അവർക്ക് മനസ്സിലായി മാനസാന്തരപ്പെടുന്നതാണ് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു യഥാർത്ഥ മാനസാന്തരം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് ഈ വേദഭാഗങ്ങളിൽ കൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. നമുക്ക് ഒരു പാപബോധം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. പാപബോധം ഉണ്ടാകാത്ത വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകുക പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ കുറവുകൾ, കുറ്റങ്ങൾ എന്ത് എന്ന് ഗ്രഹിച്ച് ആ കുറവുകളുടെ അവസ്ഥ നാം ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബലഹീനതകൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടേണം. ഹല്ലേലൂയ. നാം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാകുന്നു എങ്കിൽ ഒരു ദൈവ പൈതൽ നമ്മുടെ കർത്താവ് നമ്മെ സ്വർഗസ്ഥലത്തിലേക്ക് വിളിക്കുന്നത് വരെ സ്തോത്രം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാനമേഘത്തിൽ തിരുസഭയെ സ്വീകരിപ്പാൻ കടന്നു വരുന്നത് വരെയും ദിവസേന മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ദൈവ പൈതൽ ദിവസേന മാത്രമല്ല ഹൗവേർലി മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. ഹൗവേർലി മാത്രമല്ല, ചെറിയ ചെറിയ ബലഹീനതകൾ വരുമ്പോഴും അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിനെ കുത്തുകൊള്ളുകയും അവന്റെ കുറവുകൾ അന്നേരം തന്നെ മനസ്സിലാക്കി കർത്താവേ ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടും. നാം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ നമ്മുടെ മാനസാന്തരം നിരന്തരമായി നടക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷയ്ക്കായുള്ള മാനസാന്തരമുണ്ട്. കർത്താവിനോട് ഇണചേർന്ന് പറ്റിച്ചേർന്നിരിപ്പാൻ തക്കവണ്ണം ഉള്ള ശുദ്ധീകരണത്തിനായുള്ള മാനസാന്തരവുമുണ്ട്. ഇവിടെ യഹൂദന്മാർ അവരുടെ പാപങ്ങളെ ഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ നമ്മുടെ സ്തോത്രം ദൃഷ്ടിയിൽ പട്ടികയിൽ പെട്ടതായിട്ടുള്ള പാപങ്ങളൊന്നും നാം ചെയ്യുന്നവരല്ലായിരിക്കും. കൊലപാതകം അങ്ങനെയുള്ളതായ പട്ടികയിൽ പെട്ടിട്ടുള്ള പാപങ്ങളൊന്നും നാം ചെയ്യുന്നവരല്ലായിരിക്കും. എന്നാൽ വാക്കിനാലോ ക്രിയയാലോ ചിന്തയാലോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള കുറവുകളെയും കുറ്റങ്ങളെയും നാം ദിവസേന ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നവരായിരിക്കണം. ഹൃദയംഗമായി നാം ഏറ്റുപറയുമ്പോൾ കർത്താവ് നമുക്ക് ഉത്തരം നൽകും. ഇവിടെ വലിയൊരു വിലാപമാണ് യഹൂദന്മാർ ദേശീയമായി ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയത്തിന്റെ കണ്ണ് തുറക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ കണ്ണ് കുരുടായി പോയി എന്ന് റോമാലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ അന്ധതയെപ്പറ്റി വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്നും യഹൂദൻ അവന്റെ അന്ധതയിൽ നടക്കുന്നവരാണ്. ഹല്ലേലൂയ. യഥാർത്ഥമായി അവനെ രാജ്യമൊക്കെ ലഭിച്ചിട്ടുണ്ട്, ശരി തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അവന് ഡിഫൻസീവ് പവർ ഉണ്ട്, ശരി തന്നെ. ലോകത്തിൽ എല്ലാവരും ഇസ്രയേലിനെ അറിയുന്നു, ശരി തന്നെ.
അവരിൽ ജ്ഞാനികളുണ്ട്, ശരി തന്നെ. ഇവയെല്ലാം ആണെങ്കിൽ തന്നെയും ദൈവശാസ്ത്രപരമായി പഠിക്കുകയാണെങ്കിൽ ഇന്നും അവന്റെ കണ്ണ് തുറന്നിട്ടില്ല. ദേ ആർ സ്ലീപ്പ് വാക്കേഴ്സ്. നാം മെഡിക്കലി പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ചിലർ ഉറക്കത്തിൽ ഹല്ലേലൂയ നടക്കുന്നു, ഉറക്കത്തിൽ ചിരിക്കുന്നു, ഉറക്കത്തിൽ ചില കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു. ഉണർന്ന് അവര് ചെയ്യുന്നതായ സന്ദർഭത്തിൽ തന്നെ ഹല്ലേലൂയ സ്ലീപ്പ് വാക്കേഴ്സ് ഉണ്ട്. ഉറക്കത്തിൽ ഹല്ലേലൂയ ഉണരാതെ തന്നെ അവർ നടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരം വെളുത്ത് ചോദിക്കുമ്പോൾ അവരുടെ നടന്ന കാര്യങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്കറിയത്തില്ല. അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നല്ല അവർ ചെയ്യുന്നത്. ദേ ആർ ജസ്റ്റ് സ്ലീപ്പ് വാക്കേഴ്സ്. സ്ലീപ്പ് വാക്കേഴ്സ് ആയിട്ടുള്ളതായ അനേക ക്രിസ്ത്യാനികളുണ്ട്. സ്ലീപ്പ് വാക്കേഴ്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് യഹൂദനുള്ളത്. യഥാർത്ഥമായി ഇന്നും അവന്റെ കണ്ണ് തുറന്ന് അവന്റെ മശിഹ ആരാകുന്നു എന്ന് അവനെ ഗ്രഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പലപ്പോഴും നാമും അന്ധതയിൽ നടക്കുകയാണോ എന്ന് തോന്നിപ്പോകും. നമ്മുടെ വിളിയാലുള്ള ആശ എന്നതെന്ന് ഗ്രഹിക്കാതെയും നമ്മുടെ കർത്താവിനെ നമ്മളെ പറ്റിയുള്ള ഉദ്ദേശം മനസ്സിലാക്കാതെ ഹല്ലേലൂയ സ്തോത്രം സ്ലീപ്പ് വാക്കേഴ്സ് ആയിട്ട് ഹല്ലേലൂയ നടക്കുന്നതായ അനേക ക്രിസ്ത്യാനികളുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ അകത്തെ കണ്ണ് തുറന്ന് നമ്മുടെ വിളിയാലുള്ള ആശ എന്നും വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനോട് പറ്റിച്ചേർന്ന് ഹല്ലേലൂയ ഉൾക്കാഴ്ച ഉള്ളവരായി മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യഹൂദന്റെ കഷ്ടതയുടെ കഠോരതയിലാണ് അവരുടെ കണ്ണ് തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 4-ാം വാക്യം, അന്നാളും ഞാൻ ഏതു കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്തു കയറിയവനെ ഭ്രാന്ത് കൊണ്ടും ബാധിക്കും. യഹൂദാഗ്രഹത്തിന്മേൽ ഞാൻ കണ്ണ് തുറക്കുകയും ജാതികളുടെ കുതിരയുടെ അന്ധത പിടിപ്പിക്കുകയും ചെയ്യും. 2 കാര്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇത് ജാതികളുടെ കാലമാണ്. ജാതികളുടെ കാലം എതിർക്രിസ്തുവിന്റെ ഭരണം കൊണ്ട് തീരുകയാണ്. അതിനുശേഷം മശിഹൈക ഭരണം, നമ്മുടെ കർത്താവ് സഹസ്രാബ്ദത്തിൽ ഭൂമിയെ വാഴുവാൻ പോകുന്ന കാലമാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ഈ ജാതികളുടെ കാലത്ത് യഹൂദന്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. യഹൂദന്റെ അടഞ്ഞ കണ്ണാണ്. അവർ അന്ധതയിൽ നടക്കുകയാണ്. ഹല്ലേലൂയ. യഥാർത്ഥമായി അവർ മശിഹയെ കാണുന്നില്ല. യഥാർത്ഥമായി ദൈവിക ദർശനം ലഭിക്കാത്തവരും കർത്താവിനെ പറ്റി ഉൾക്കാഴ്ച ഇല്ലാത്തവരും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെന്താണെന്നും ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനവും ഇനിയും കർത്താവ് എന്താണ് ചെയ്യുവാൻ നമുക്ക് വേണ്ടി പോകുന്നതെന്നും ഗ്രഹിക്കാത്ത ഒരു വ്യക്തി ഹല്ലേലൂയ അവൻ എത്ര പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാ സൺഡേയിലും ആരാധനയ്ക്ക് പോകുന്നുവെങ്കിലും സ്ലീപ്പ് വാക്കിംഗ് ക്രിസ്ത്യനാണ്. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം, ഇന്ന് രാത്രി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് അവർ ലോർഡ് ഹാസ് ഡൺ ഫോർ അസ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെന്ത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇനിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ത്. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ചെയ്യുവാൻ പോകുന്നതെന്ത്. ഇത് ഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പരദേശ പ്രയാണം മുമ്പോട്ട് പോകേണ്ടത്. അതിനായി ഒരു സമർപ്പണം. കർത്താവേ, എനിക്ക് വാസ്തവത്തിൽ ഒരു ഉൾക്കാഴ്ച തന്നിട്ട് നമ്മുടെ കണ്ണുകളിലെ കരടുകൾ ഒക്കെയും മാറിപ്പോകണം. ദൈവത്തിന്റെ ദിവ്യ പ്രകാശം ഹല്ലേലൂയ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ വ്യക്തിയിലുള്ളതായ മൈന്യൂട്ട് പാപം പോലും മൈന്യൂട്ട് കുറവുകൾ പോലും ഒരു കഠിനമായ കുറവായിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നത്. ഇരുട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര കഠിന പാപം ചെയ്താലും അതിലൊക്കെ സ്വയനീതി പറയുവാനായിട്ടുണ്ടാകും. എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ, ദൈവപ്രകാശത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും ചെറുതായ കാര്യങ്ങൾ പോലും അത് തെറ്റായി തോന്നുന്നുവെങ്കിൽ തെറ്റ് എന്ന് തോന്നുന്നത് പോലും ചെയ്യാതിരിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ അതിൽ നിന്നൊക്കെയും ഒഴിഞ്ഞ് ഒരു ഭക്തനായി ഒരു ഭക്തയായി ജീവിതം കഴിപ്പാൻ
സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നാം കടന്നു വരണം. ആ ഒരു സമർപ്പണമാണ് ഇപ്പോൾ യഹൂദൻ ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ഒരു പൊത്തുവരുത്ത യഹൂദ ജീവിതമായിരുന്നു ന്യായപ്രമാണത്തിൽ കൂടെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ സ്വയബുദ്ധിയിൽ സ്വന്തം നാമത്തിൽ വരുന്നതായ എതിർ ക്രിസ്തുവുമായി ഇനിയും അവർ ഉടമ്പടി ചെയ്യുവാൻ പോകുന്നത്. അല്ലെങ്കിൽ അവരുടെ ക്രുക്കഡ് വിസ്ഡമിലാണ് ചെയ്യുവാൻ പോകുന്നത് എന്ന ദൈവവചനം നാം ശരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാകും. അവരുടെ അല്ലെങ്കിൽ സ്തോത്രം ജീവനുള്ള ഉറവയായ കർത്താവിനെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ കുഴിച്ച് വെള്ളമില്ലാത്ത കിണറുകളാകുന്ന ദുഷ്ടപിശാചുമായിട്ട് ബന്ധത്തിലാകുന്നു. ജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ അവർ ഉപേക്ഷിച്ച് കളയുകയാണ് ഉണ്ടായത്. ഇവിടെ വലിയൊരു മാനസാന്തരം, ഹല്ലേലൂയ, നിലവിളിച്ചുകൊണ്ടുള്ളതായ ഒരു മാനസാന്തരം യഹൂദനെ ഹല്ലേലൂയ കുലംകുലമായി വ്യക്തികളായി ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്നതായ സന്ദർഭത്തിൽ അവരുടെ കണ്ണു തുറന്ന് അവർക്ക് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ ലഭിക്കുമ്പോൾ, വാസ്തവത്തിൽ പലപ്പോഴും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നവനാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവളാണെന്നൊന്നും സാക്ഷി പറയുവാൻ ആർക്കും അവകാശമില്ല. ദൈവം നമുക്ക് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ തരാതെ നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. നമ്മൾ ഈ ജഡത്തിൽ വസിക്കുന്നവരാണ്. എല്ലാത്തിനും മഹത്വം കർത്താവിനെ കൊടുക്കുവാൻ ഒക്കത്തുള്ളൂ. ദൈവം വചനത്തിന്റെ ആഴമായ മർമ്മങ്ങൾ ഒരു വ്യക്തിക്ക് ഗ്രഹിക്കത്തക്കവണ്ണം അവന്റെ അകത്തെ കണ്ണ് തുറന്ന് ഇന്ന പ്രവചനം ഇതാണ്, ഇന്ന കാര്യം ഇതാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിലൊന്നും പുകഴുവാനായിട്ടൊക്കുകയില്ല. ആ വ്യക്തി ഗ്രഹിക്കണം, ഇത് എന്റേതല്ല, സ്വർഗത്തിലെ ദൈവം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്നിൽ തന്നതാണ് എന്നെപ്പോഴും ഓർത്ത് കർത്താവിനെ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. കർത്താവ് നമ്മളിൽ കൂടെ ഏതെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്യുന്നുവെങ്കിൽ ഇത് ഞാൻ സ്വയമായി ചെയ്തതല്ല, എന്റെ കർത്താവ് എന്നിൽ കൂടെ ചെയ്തതാണ്. ഇങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ കർത്താവിന്റെ നാമം നമ്മളിൽ കൂടെ മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അവർക്ക് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ കൊടുത്ത് അവരുടെ അകത്തെ കണ്ണു തുറന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിലുള്ള മഹാപോഷത്വം അവർക്ക് മനസ്സിലായത്. അവരുടെ രക്ഷകനായ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നർത്ഥം വരുന്ന കർത്താവ് യെശയ്യാപ്രവചനം 7-ാം അധ്യായം മുതൽ അവർക്ക് പ്രാവചനികമായി കിട്ടിയതായ പ്രവചന സൂക്തങ്ങളെ വലിച്ച് എറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ ന്യായപ്രമാണത്തിൽ കൂടെ, സങ്കീർത്തനങ്ങളിൽ കൂടെ, പ്രവചന സൂക്തങ്ങളിൽ കൂടെ ലഭിക്കപ്പെട്ടതായ വാഗ്ദത്തങ്ങളെ ദൂരെ എറിഞ്ഞുകൊണ്ട് ലോകപ്രകാരം ജീവിച്ചതിനാൽ അവർക്ക് ഉണ്ടായതായ മഹാകഷ്ടത്തിന്റെ ആധിക്യം അവർ ഗ്രഹിച്ചിട്ട് അവർ ദൈവത്തെ പഴിചാരുകയല്ല. ഞങ്ങൾ എന്തിനെ ഈ കഷ്ടത്തിൽ കൂടെ കടന്നുപോയി എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. ദൈവത്തോട് ചെയ്ത പാപത്തിന്റെ കഠോരത അവർ ചിന്തിച്ച് മാനസാന്തരപ്പെടുകയാണ്. ഇന്ന് ലോകത്തിൽ രണ്ടു കൂട്ടം വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിന്റെ വൈതരണികളിൽ എല്ലാത്തിനും ദൈവത്തെ കുറ്റം പറയുന്നു. അറിവുണ്ടെങ്കിൽ പറയുകയില്ല. കാരണം എന്തെങ്കിലും തെറ്റ് അവർ ചെയ്തിട്ട് വലിച്ചു വെക്കുന്ന കാര്യമാണ് ഒന്ന്. അല്ല, അവർ ഏതെങ്കിലും ഇയ്യോബിനെ പോലെയോ ഹല്ലേലൂയ സ്തോത്രം ജോസഫിനെ പോലെയോ ശോധനയിൽ കൂടെ കടന്നു പോകുന്നവരാകുന്നു എങ്കിൽ അത് നന്മയ്ക്കായി ദൈവം ചെയ്യുന്ന ചില ടെസ്റ്റുകൾ മാത്രമാണ്. അല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തി എന്തെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അവർ തന്നെ വലിച്ചു വെച്ചിട്ടുള്ള ഏതോ തെറ്റുകൾ മുഖാന്തരം ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കഥയുമില്ല. നല്ലവനായ ദൈവം ഹല്ലേലൂയ സ്തോത്രം എന്നാണ് ദൈവത്തിൽ നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവ് നന്മയല്ല അതൊന്നും ചെയ്യത്തില്ല, തിന്മയായിട്ടൊന്നും ചെയ്യുന്ന കർത്താവല്ല. ഹല്ലേലൂയ സ്തോത്രം. പലരും പലതിനും കർത്താവിനെയാണ് കുറ്റം പറയുന്നത്. ബോധമില്ലാതെ ചിന്തിക്കാതെ അങ്ങ് പറയുകയാണ്. എന്നാൽ മറ്റു ചിലരുണ്ട് ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് പ്രയാസങ്ങൾ വരുമ്പോൾ അവർ സ്വയശോധന ചെയ്യും. സ്വയശോധന, എന്തുകൊണ്ടാണ് എനിക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഞാൻ മിസ്രയീമിലെ ബാധകൾ അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാടുകൾ പങ്കപ്പാടുകൾ എനിക്കുണ്ടായത്? അവർ ആനലൈസ് ചെയ്യും.
അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ ഈ യഹൂദൻ കടന്നു വന്നതുപോലെ കരഞ്ഞ് നിലവിളിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വിടുതലെടുക്കുന്നു. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തെ സ്വയശോധനയിൽ കൂടെ ഹല്ലേലൂയ കടന്ന് കൊണ്ടുപോകണം. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ആ തിരുമേശയോടുള്ള ബന്ധത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വി ഷുഡ് ജഡ്ജ് അവേഴ്സെൽസ്. നാം സ്വയശോധന ചെയ്യുന്നവരാകണം, എന്നാൽ നാം വിധിക്കപ്പെടുകയില്ല. സ്വയശോധന ചെയ്താതെ നാം ചെയ്യുന്ന കാര്യമൊക്കെ വല്ലോനെ ശോധന ചെയ്യുന്ന കാര്യമാണ്. അയൽവക്കക്കാരനെയും കരക്കാരനെയും ശോധന ചെയ്യാതെ നമ്മെ തന്നെ സ്വയശോധന ചെയ്യണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ചെയ്യുന്ന പദ്ധതിയാണ് 13-ാം അധ്യായത്തിൽ യഹൂദന്റെ യഥാർത്ഥ മാനസാന്തരം 12:10 മുതൽ നമുക്ക് കാണുന്നു. അങ്ങനെ അവർ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം അവനു വേണ്ടി എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് 13-ാം അധ്യായത്തിൽ കാണുന്നത്. അതിന്റെ 1-ാം വാക്യം, അന്നാളിൽ എന്ന് അവർ കുത്തിയവങ്കലേക്ക് നോക്കി മാനസാന്തരപ്പെടുമ്പോൾ, അവർ നിലവിളിക്കുമ്പോൾ, അവരുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, ഗോത്രമായി അവരുടെ പാപങ്ങളെ കണ്ട് ദൈവസന്നിധിയിൽ മാപ്പ് പറയുമ്പോൾ, അന്നാളിൽ അവരുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. ഇതുവരെ ഉറവയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഹൂദനെ അത് ഫലപ്പെട്ടില്ല. കാരണം അവൻ മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ശുദ്ധീകരണത്തിനായുള്ള ഉറവ അന്നും ഇന്നുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പലരുടെയും ജീവിതത്തിൽ അത് ഫലപ്പെടാത്ത കാരണം അവർക്ക് യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ശുദ്ധീകരിക്കപ്പെട്ട ഉറവയിലേക്ക് കടന്നു വന്നാൽ ഹല്ലേലൂയ സ്തോത്രം, എത്ര സന്തുഷ്ടരാണ്. ഹല്ലേലൂയ. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിച്ചു എന്നല്ല, ഹല്ലേലൂയ, നാം രക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ അവൻ നമുക്ക് വേണ്ടി അവിടുത്തെ തിരുരക്തത്താൽ ശുദ്ധീകരണം നടത്തി. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ പരദേശ പ്രയാണങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെ കുറ്റങ്ങളെ ഒക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന സന്ദർഭത്തിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കർത്താവിങ്കലേക്ക് നോക്കുക. അവർ കുത്തിയവങ്കലേക്ക് നോക്കി എന്നാണ് യഹൂദനെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം, നല്ല കാര്യമാണ്. അവർ വാസ്തവമായി അവരുടെ മശിഹയെ ഹല്ലേലൂയ സ്തോത്രം ആ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് നോക്കാം. ഹല്ലേലൂയ, ആർക്കു വേണ്ടിയാണ് കർത്താവ് മരിച്ചത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കാൽവറിയിൽപ്പെട്ട പങ്കപ്പാടുകൾ എനിക്ക് വേണ്ടിയല്ലേ? ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടിയല്ലയോ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് മരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. യഹൂദനെ പീഡിപ്പിച്ചത് ഒരു കാലമുണ്ടായിരുന്നു. യഹൂദന്റെ പീഡനങ്ങളെ പറ്റി ഹല്ലേലൂയ ചരിത്രത്തിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവസഭ അന്ധകാരത്തിൽ വീണ ഒരു കാലമുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവർ ഹല്ലേലൂയ ജഡീക മോഹികളായി, സ്ഥാന മോഹികളായി അന്യോന്യം മല്ലു പിടിക്കുകയും ഹല്ലേലൂയ ഈസ്റ്റും വെസ്റ്റുമായിട്ട് കിഴക്കുള്ള ക്രിസ്തീയ സഭകളും പടിഞ്ഞാറുള്ള ക്രിസ്തീയ സഭകളുമായിട്ട് ഏഷ്യയിലുള്ള ക്രിസ്തീയ സഭകളും യൂറോപ്പിലുള്ള ക്രിസ്തീയ സഭകളുമായി അടിപിടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിലാണ് ഹല്ലേലൂയ മുസ്ലിം മതം ഉയർന്നു വന്നത്. ഹല്ലേലൂയ. ദൈവമക്കൾ അന്യോന്യം അടിപിടിക്കുന്ന സന്ദർഭത്തിലാണ് സാത്താൻ അവന്റെ തലയെടുക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിൽ ക്രിസ്തീയ സമൂഹങ്ങൾക്ക് ഇതൊക്കെയും ഒരു കളിയാണ്. ദൈവത്തിന് സ്തോത്രം. അവർ അടിപിടിച്ച് മുമ്പോട്ടേ പോയി. ഹല്ലേലൂയ സ്തോത്രം. ആ കാലങ്ങളിൽ സഭ ഇരുണ്ട കാലയളവിലേക്ക് വീണുപോയി. ഹല്ലേലൂയ. ഏതാണ്ട് 3-ാം നൂറ്റാണ്ട് മുതൽ ഹല്ലേലൂയ സ്തോത്രം സഭ ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് വരെ, 15-16-ാം നൂറ്റാണ്ട് വരെ ഇരുണ്ട കാലയളവുകളിൽ കൂടെ കടന്നുപോയതാണ്. ആ ഇരുണ്ട കാലയളവുകളിൽ കൂടെ കടന്നുപോയപ്പോൾ സഭ ചിന്തിച്ച ചിന്തകളൊക്കെ
ഒക്കെ ഭോഷത്വമായിട്ടാണ്. ഹല്ലേലൂയ. സഭയെ ഞാൻ പൊതുവായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോഴും സഭയിൽ യഥാർത്ഥ ഭക്തന്മാരുണ്ടായിരുന്നുവെന്ന് സഭാചരിത്രം നന്നായി പഠിപ്പിക്കുന്നു. ഏത് കാലത്തും ഇരുണ്ട കാലയളവുകളിൽ കൂടെ സഭ പൊതുവെ പോയ സന്ദർഭത്തിലും ദൈവത്തെ സേവിക്കുന്ന ഭക്തന്മാരെ, ഒരു ശേഷിപ്പിനെ ദൈവം എല്ലാ കാലത്തും വേർതിരിച്ചിരുന്നു. ആ ഒരു ശേഷിപ്പിൽ ഞാൻ ഉൾപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഈ കാലത്തെ ദൈവത്തെ വിട്ട് എല്ലാവരും പോയാലും എന്റെ ദൈവത്തെ സേവിക്കുന്ന ഒരു ശേഷിപ്പിൽ ഞാൻ ആയിരിക്കണമേ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കണം. പാപത്തിന്റെ പങ്കുലത്തിൽ ഹല്ലേലൂയ ഈ ലോകം വീണിട്ട് ക്രിസ്തീയ സഭ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അധമയ അവസ്ഥയിൽ വീണിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലയളവിൽ. ഹല്ലേലൂയ, സ്തോത്രം. യഥാർത്ഥമായി നമ്മുടെ കണ്ണ് തുറന്ന് ഒരു ശേഷിപ്പിൽ യഥാർത്ഥമായി ദൈവത്തെ സേവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ഇരുണ്ട കാലയളവിൽ കൂടെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, യഹൂദനെ ഏറ്റവും വലിയ പീഡനമുണ്ടായി. എത്രയോ പീഡനങ്ങളാണ് ഉണ്ടായത്. 12-ാം വയസ്സിൽ ഒരു യഹൂദ യുവാവിനെ ഒരു യഹൂദ കുഞ്ഞിനെ ഡ്രാഫ്റ്റിംഗിൽ നിർബന്ധമായി പടയിൽ ചേർക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഒരു ആൺകുഞ്ഞിനെ പടയിൽ 12-ാമത്തെ വയസ്സിൽ ചേർത്ത് തോക്കുമായി പടയിലേക്ക് ഇറക്കിയാൽ നമുക്ക് സഹിക്കാൻ ഒക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. 11-12 വയസ്സ് കഴിയുമ്പോൾ, ആഫ്റ്റർ 10 വയസ്സ് കഴിയുന്നതായ സന്ദർഭത്തിൽ ഒരു യഹൂദ പെൺകുട്ടി സുന്ദരികളാകുന്നുവെങ്കിൽ അവരെ ബലാത്കാരമായി പിടിച്ച് വേശ്യാവൃത്തിക്ക് വിറ്റ് കളയുകയാണ്. അവരുടെ ഇഷ്ടപ്രകാരമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെയൊക്കെ കാരണം അവർ പറയുന്നത് ഹല്ലേലൂയ, അവർ യേശുവിനെ ക്രൂശിച്ചു, അതുകൊണ്ട് യഹൂദനെ പീഡിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അവനുള്ളതൊക്കെയും അപഹരിക്കും. ഹല്ലേലൂയ. ഇരുണ്ട കാലയളവിൽ ഹല്ലേലൂയ റോമൻ കത്തോലിക്ക മതം, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഒരു വിഭാഗത്തിന്റെ പേരെടുത്ത് പറയുന്നത് എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പോപ്പ് അതിനുവേണ്ടി ക്ഷമയൊക്കെ ഏതാണ്ട് ജോൺ പോൾ പോപ്പ് 2-ാമൻ ചെയ്തതായി നമുക്ക് ഏതാണ്ട് 2-3 കൊല്ലത്തിന് മുമ്പേ അതൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെയും വന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ ഇൻക്വൈസേഷൻ എന്നാണ് പറയുന്നത്. സഭാചരിത്രത്തിലെ വലിയ ഒരു ഇരുണ്ട അധ്യായമാണ്. ഇൻക്വയർ ആൻഡ് കിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ഒരു യഹൂദനെ എവിടെ പോയി കണ്ടുപിടിച്ച് എൻക്വയർ ചെയ്ത് അവനെ പിടിച്ചിട്ട് ഹല്ലേലൂയ, സ്തോത്രം, യേശുവിനെ ക്രൂശ് കൊടുത്തതിനു പകരം ക്രോസ് ഫോർ ക്രോസ്, കുരിശിനു പകരം കുരിശ് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദനെ ക്രൂശിക്കുന്ന ഒരു കാലമായിരുന്നു. നൂറ്റാണ്ടുകളോളം ഇംഗ്ലണ്ടിൽ ഹല്ലേലൂയ യോർക്ക് എന്ന സ്ഥലത്ത് 1500 യഹൂദ കുടുംബങ്ങളെയാണ് പെട്ടെന്ന് കൊന്നൊടുക്കിയത്. ഹല്ലേലൂയ. അന്നേ പേടിച്ച് ഓടിപ്പോയവർ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, ന്യൂയോർക്ക് നമുക്കറിയാം. ന്യൂയോർക്കിൽ ഹല്ലേലൂയ, സ്തോത്രം, കൂടുതലും യഹൂദന്മാരാണ്. അതിനെപ്പറ്റി വേദവിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത് യോർക്കിൽ പീഡനം അനുഭവിച്ചതുകൊണ്ട് ദൈവം യഹൂദനു വേണ്ടി ഒരു പുതിയ യോർക്ക്, ന്യൂ യോർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ബ്രിട്ടനിലുള്ള യോർക്കിന് പകരം ഹല്ലേലൂയ ദൈവം യഹൂദന് വേണ്ടി കൊടുത്തതാണ് ന്യൂയോർക്ക് എന്ന് ഹല്ലേലൂയ വേദവിദ്യാർത്ഥികൾ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയുടേതായിട്ടുള്ളതായ എക്സ്പ്ലനേഷനിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ജർമ്മനിയിൽ 6 മില്യൺ യഹൂദന്മാർ പീഡിക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദന്മാരെ പിടിച്ച് സ്റ്റേക്കിലിട്ട്, സ്റ്റേക്ക് എന്ന് പറയുന്നത് വിറകുകൾ അടുക്കി അതിന്റെ പുറത്ത് കെട്ടിയിട്ട് ജീവനോടെ എരിച്ചു കൊല്ലുന്ന ലക്ഷോപലക്ഷം പേരെ കൊന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്താ കാര്യമെന്ന് പറയുന്നറിയാമോ? അവർ ഹല്ലേലൂയ കുരിശിൽ കർത്താവിനെ ക്രൂശിച്ചു. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, സഭ, നാമധേയ സഭ, ഇരുണ്ട കാലയളവിൽ ഇരിക്കുന്ന സഭ അവരെ ശിക്ഷിക്കുകയാണ്. ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു ഇരുണ്ട കാലയളവിൽ കൂടെ സഭ കടന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദൻ ഹല്ലേലൂയ അവർ ചെയ്ത കഠിന പാപം കൊണ്ടാണ് അത് കിട്ടിയതെങ്കിൽ തന്നെയും ഹല്ലേലൂയ, സ്തോത്രം, അവനെ ശിക്ഷിക്കുവാൻ സഭയിൽ ഒരു വ്യക്തിക്കും അധികാരമില്ല.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഒരു ഇരുണ്ട കാലയളവിൽ കൂടെ കടന്നുപോയ സന്ദർഭത്തിൽ എത്രയോ സന്ദർഭത്തിൽ യഹൂദൻ ശിക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അന്നൊന്നും അവനൊരു മാനസാന്തരം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇനിയും എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അവനുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഒരു നയാ പൈസ പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ, അവന്റെ രാജ്യം നഷ്ടപ്പെട്ട്, അവന്റെ ആലയം നഷ്ടപ്പെട്ട്, അവനുള്ളതെല്ലാം നഷ്ടപ്പെട്ട്, അവന്റെ ഡിഫൻസീവ് പവർ നഷ്ടപ്പെട്ട്, അവന്റെ വീടുകൾ നഷ്ടപ്പെട്ടു, തലമുറകൾ നഷ്ടപ്പെട്ട്, എല്ലാം ഇല്ലാതെ ഇരിക്കുന്ന കാലത്തെ അവർ കർത്താവിലേക്ക് നോക്കും. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി വിലപിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വേദവിദ്യാർത്ഥികൾ ഹല്ലേലൂയ സ്തോത്രം സഭയെ പറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. സഭയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ധനമാകുന്നുവെന്നാണ്. എത്രയോ ശരിയാണ്. ദൈവത്തിന് സ്തോത്രം. ധനമില്ലാഞ്ഞ ഒരു കാലം ശ്രദ്ധിക്കൂ. 1-2 നൂറ്റാണ്ടിൽ സഭയ്ക്ക് പണമില്ലായിരുന്ന ഒരു കാലമായിരുന്നു. ആ കാലത്തിലാണ് ഹല്ലേലൂയ 3 കോണ്ടിനെന്റിൽ ക്രിസ്തീയ സഭ പടർന്ന് പന്തലിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. നോർത്ത് ആഫ്രിക്ക മുഴുവനും ക്രിസ്ത്യാനികളായിരുന്നു. മിഡിൽ ഈസ്റ്റ് മുഴുവനും ക്രിസ്ത്യാനികളായിരുന്നു. ഇന്ന് ക്രിസ്തീയ സഭകൾ ഒന്നുമില്ലാത്ത രാജ്യങ്ങൾ മുഴുവനും ക്രിസ്ത്യാനികളായിരുന്നു. യൂറോപ്പ് മുഴുവനും ക്രിസ്ത്യാനികളായിരുന്നു. 2 നൂറ്റാണ്ടുകൊണ്ടോ 1-2 നൂറ്റാണ്ടുകൊണ്ട് ക്രിസ്തീയത്വം ഇത്രയും വ്യാപരിച്ചത് അവരുടെ ധനം കൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ സമർപ്പണം കൊണ്ടാണ്. അവരിൽ വ്യാപരിച്ച പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ഇന്ന് അല്ലെങ്കിൽ പണപ്പിരിവ് നടത്തി അല്ലെങ്കിൽ സുവിശേഷ വില ചെയ്യുന്നത് അല്ലെങ്കിൽ സ്തോത്രം പണം കൊണ്ട് സുവിശേഷ വേലയ്ക്ക് പണം ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ സുവിശേഷ വേലയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം പരിശുദ്ധാത്മാവിന്റെ നിറവാണ്, കർത്താവിന്റെ സാന്നിധ്യമാണ്. നിങ്ങൾ ക്രിസ്തുവേശുവിൽ വസിക്കാതെ ഹല്ലേലൂയ കൊമ്പിനെ മുന്തിരിവള്ളിയിൽ സതിക്കാതെ ഫലം കായ്പാൻ സാധ്യമല്ല. ക്രിസ്തുവേശു ഇന്ന സഭകളിലില്ല. ഹല്ലേലൂയ. അത് കള്ളന്മാരുടെ ഗുഹയായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവസഭയിൽ ആത്മാക്കൾ കടന്നു വരുവാൻ ഇടയായി തീരാത്തത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണു തുറന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന കർത്താവിനെ ഒന്ന് വീക്ഷിക്കണം. സഭയ്ക്ക് പറ്റിയ അബദ്ധം യഹൂദന്മാരാണ് കർത്താവിനെ ക്രൂശിച്ചതെന്നാണ് സഭ ചിന്തിച്ചത്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു സഭ ചെയ്യേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. ഞാനാണ് കർത്താവിനെ ക്രൂശിച്ചത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരുമാണ് കർത്താവിനെ ക്രൂശിച്ചത്. എന്റെ പാപത്തിനു വേണ്ടി കർത്താവ് മറുവിലയായി തീർന്നു. എന്റെ കർത്താവ് കാൽവറിയിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് രക്ഷയില്ലായിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ പൗരതയോടെ അന്യപ്പെട്ടതായ എന്നെ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് പേർ ചൊല്ലി വിളിച്ച് ദൈവ പൈതലായി തീരുവാൻ കാരണം ദൈവം ഹല്ലേലൂയ എനിക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് കാൽവറിയിൽ പരമയാഗമായി തീർന്നതാണ്. ഇന്ന് രാത്രിയിൽ കാൽവറിയിൽ കർത്താവിന്റെ പങ്കപ്പാടുകൾ ഞാനാണ് കാരണമെന്ന് അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിനോട് അടുത്തു ജീവിപ്പാൻ ഇടയായി തീരട്ടെ. അവർക്കൊരു യഥാർത്ഥ മാനസാന്തരം ഉണ്ടായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അന്നും ഇന്നും രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി, പാപക്കറകൾ ഏറ്റ് കർത്താവിന്റെ സന്നിധിയിൽ കരയുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. ഞാൻ എന്റെ ലംഘനങ്ങളെ നിന്നോട് ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ നീ എന്റെ അകൃത്യത്തിന് പരിഹാരം വരുത്തി എന്നാണ് 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഥാർത്ഥമായി ഒരു മാനസാന്തരമുണ്ട് എങ്കിൽ ഒരു ഉറവ നമുക്ക് വേണ്ടി തുറന്നിരിക്കും. നോക്കുക, യഹൂദന് വേണ്ടി തുറന്ന ഒരു ഉറവ എന്താണ്? അവന്റെ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. പരിഹാരത്തിനായിട്ടുള്ള ഉറവ. 1 പാപത്തിന്റെ, 2 മാലിന്യത്തിന്റെ. എന്താണ് ഈ മാലിന്യം? എന്താണ് ഈ പാപം? ഹല്ലേലൂയ സ്തോത്രം. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 2-ാം വാക്യത്തിൽ, അന്നാളിൽ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളുടെ പേരെ ഇല്ലാതാക്കും, ഇനിയും അവയെ ഓർക്കയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്ത് നിന്ന് നീക്കിക്കളയും. 2 കാര്യമാണ്. 1 വിഗ്രഹസേവയിൽ നിന്നുള്ളതായ വിമുക്തി കാണുവാൻ സാധിക്കുന്നു. 2ാമത്
മലിനാത്മാവിൽ നിന്നുള്ളതായ വിമുക്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ഈ 2-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് അങ്ങ് ഓടിച്ച് ചിന്തിക്കാവുന്നതല്ല. ഇതിനകത്ത് നിറച്ച് പ്രവചനങ്ങൾ നിറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായിട്ടുള്ള ഉറവ. അതെങ്ങനെ? വിഗ്രഹ സേവയിൽ നിന്നും ഹല്ലേലൂയ മലിനാത്മാവിനാൽ പ്രവചിക്കുന്ന പ്രവചനാത്മാവിനാലും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും. ഹല്ലേലൂയ, 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മാലിന്യം. അപ്പൊ മലിനാത്മാവെന്ന് പറയുന്നതാണ് മാലിന്യത്തെ അവിടെ കാണിക്കുന്നത്. വിഗ്രഹ സേവയാണ് പാപത്തെ എടുത്തു പറയുന്നത്. അതിനുവേണ്ടി ഒരു ഉറവ തുറന്നിരിക്കും. ഇത് 2 മുഖത്തിൽ കൂടെ വേണം നാം ചിന്തിക്കേണ്ടത്. ഒന്ന്, യഹൂദനോടുള്ള ബന്ധത്തിൽ. അവൻ കഴിഞ്ഞ നാളുകളിലെല്ലാം എന്നെല്ലാം വിഗ്രഹ സേവ ചെയ്തിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടോ പാപത്തിലേക്ക് വീണിട്ടുണ്ട്. ആ പാപബോധം അവനുണ്ടായി. ശുദ്ധീകരണം ചെയ്ത സന്ദർഭം അവനെ ആ ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവനെ ശുദ്ധീകരണത്തിനു വേണ്ടി ഒരു ഉറവ തുറന്നിരിക്കുന്നു. രണ്ടാമതായി ഹല്ലേലൂയ, സ്തോത്രം, നമുക്കറിയാം ഹല്ലേലൂയ, ഏലിയാവിന്റെ കാലത്ത്, ഏലിശയുടെ കാലത്ത്, ഈവൻ മോശയുടെ കാലത്ത് പോലും മലിനാത്മാവിനാൽ, ദുരാത്മാവിനാൽ ഹല്ലേലൂയ പ്രവചിച്ച കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. അവരുടെ ഹല്ലേലൂയ അവസാനം ഹല്ലേലൂയ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, അതിൽ നിന്നൊക്കെയും ദേശത്തെ കർത്താവെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം യേശുവിന്റെ ഉറവയാണ് ഈ 13-ാം അധ്യായത്തിൽ കാണുന്നത്. ഹല്ലേലൂയ, ഈ ഉറവ അവന്റെ പാപക്കറകളിൽ നിന്നും അവനെ വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 2-ാം വാക്യത്തിൽ ഒരു പ്രവചന ഭാഗം കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിഗ്രഹങ്ങളുടെ പേരെ ഇല്ലാതാക്കും, ഇനിയും അവയെ ഓർക്കയുമില്ല. എന്താണ് ഈ പറയുന്നത്? ആളുകൾ, ഇതിനൊരു പ്രവചനം നിറഞ്ഞിരിപ്പുണ്ട്. യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തെ അഥവാ അവസാനത്തെ 3.5 വർഷത്തിൽ വെളിപ്പാട് പുസ്തകം വ്യക്തമായി പറയുന്നു, ദാനിയേൽ പ്രവചനം വ്യക്തമായി പറയുന്നു, അവനെ പോലെയുള്ളതായ ഒരു വിഗ്രഹത്തെ, ഒരു ബിംബത്തെ, അവന്റെ ഒരു ഇമേജിനെ ഉണ്ടാക്കി അവർ ആലയത്തിൽ കൊണ്ടുവെക്കുന്നു. അതാണ് വിഗ്രഹസേവ എന്നിവിടെ പറയുന്നതിന്റെ പ്രവചന ഭാഗം. അത് വെച്ചിട്ട് അതിൽ മലിനാത്മാവെ കയറുന്നു. കള്ളപ്രവാചകനിൽ നിന്നും പഴയ പാമ്പായ സാത്താനിൽ നിന്നുമുള്ളതായ മലിനാത്മാവിനാൽ ഈ വിഗ്രഹം സംസാരിക്കുവാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ളതായ ദുരാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് വാഗ്ദത്ത ദേശം നിറഞ്ഞു നിൽക്കുകയാണ്. വിഗ്രഹ സേവയുടെ മൂർധന്യ അവസ്ഥയായിരിക്കും യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ 2-ാമത്തെ കാലത്തെ ഉള്ളത്. ഈ വിഗ്രഹ സേവയും വിഗ്രഹങ്ങളിലും അന്നത്തെ യേശുക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ജാതീയമായ കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മാലിന്യത്തിന്റെ ആത്മാവിനെ കർത്താവെ പൂർണ്ണമായി നീക്കി ദേശത്തെ ശുദ്ധീകരിക്കുന്ന കാര്യവുമാണ് ഈ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മളിലുള്ളതായ വിഗ്രഹങ്ങളെ, പുതിയ നിയമത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് പല ക്രിസ്തീയ സമൂഹങ്ങളിലും പലരുടെയും വിഗ്രഹങ്ങളെയും സെയിൻസിനെയും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊന്നും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. സ്തോത്രം, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. സ്തോത്രം, അത് ദൈവഹിതപ്രകാരമുള്ളതല്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. അതൊക്കെയും കർത്താവ് മാറ്റുന്ന ഒരു കാലമുണ്ട്. എന്നാൽ ഞാൻ വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും സ്തോത്രം, കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ദിവ്യാഗ്രഹം എന്ന വിഗ്രഹാരാധന. ഏതൊരു വ്യക്തി ഈ ലോകത്തിലെ ധനത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നോ ആ വ്യക്തിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് ദ്രവ്യമാണ്, ഈ ലോകത്തിന്റെ ധനമാണ്. സ്തോത്രം, അങ്ങനെയുള്ളതായ അവസ്ഥകളെല്ലാം ദൂരീകരിക്കുന്നു. യഹൂദനെ സംബന്ധിച്ച് അവന്റെ സകല ധനവും, അവന്റെ സകല പ്രതാപവും, അവന്റെ സകല ആയുധവും ദൈവം തുടച്ചു നീക്കി കഴിയുമ്പോഴാണ് അവന്റെ കണ്ണെ തുറക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെക്കാൾ
ദൈവത്തെക്കാൾ കൂടുതൽ നാം ഒന്നിലും ആശ്രയിക്കുന്നവരാകരുത്. നമ്മുടെ ആരോഗ്യത്തിലോ, നമ്മുടെ വിദ്യാഭ്യാസത്തിലോ, നമ്മുടെ ജോലിയിലോ, നമ്മുടെ കൂട്ടുകെട്ടിലോ, നമ്മുടെ ബാങ്ക് ബാലൻസിലോ ഒന്നിലും നാം ആശ്രയിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നാം മുമ്പോട്ട് പോകുന്നവരാകണം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ക്രിസ്തു യെരുശലേമിലും പലസ്തീൻ നാട്ടിലും ഉണ്ടാക്കിയതായ സകല വിഗ്രഹങ്ങളെയും ആ വിഗ്രഹങ്ങളിൽ വ്യാപരിച്ച സാത്താന്യമായ മലിനാത്മാവിനെയും കർത്താവെ ദൂരീകരിക്കും എന്നുള്ള പ്രവചന അർത്ഥവും ഈ രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ കുറവുകൾ, കുറ്റങ്ങൾ, ഇവ കർത്താവെ ക്ഷമിച്ച് ഹല്ലേലൂയ നമ്മുടെ ശുദ്ധീകരണത്തിനായി കാൽവറിയിൽ നിന്നും ഒഴുകി വരുന്ന ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം അവന്റെ വിലാപ്പുറം കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ വിലാപ്പുറത്തു നിന്നും മാറിൽ നിന്നും ഹല്ലേലൂയ തലയിൽ നിന്നും മുഖത്തു നിന്നും കൈകാലുകളിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ഒഴുകി വരുന്നതായ തിരുരക്തം ഹല്ലേലൂയ ആ ഉറവയാൽ ഉള്ള ശുദ്ധീകരണം നമുക്ക് ഉള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ ക്രിസ്തുവും കള്ളപ്രവാചകനും സാത്താനും കൊണ്ടുവന്നതായ മലിനാത്മാവിനെയും ഹല്ലേലൂയ ആ വിഗ്രഹങ്ങളെയും കർത്താവെ ശുദ്ധീകരിച്ച് ദേശത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹിതമല്ലാതെ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങളിട്ട്, കെട്ടുകളിട്ട്, ശോധനകളിട്ട് നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ കൊണ്ടുവരുന്ന മാലിന്യത്തിന്റെ, ദുഷ്ടതയുടെ മലിനാത്മാവിനെ ഹല്ലേലൂയ ശുദ്ധീകരിക്കുന്ന ഒരു ഉറവയുണ്ടോ എന്ന് ഇന്ന് രാത്രി മറന്നു പോകരുതേ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഈ കാലങ്ങളിൽ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്, എനിക്ക്, ഞാൻ നിങ്ങളെക്കാൾ ഒട്ടും പ്രത്യേകതയുള്ളവനല്ല, വേണ്ടിയത് ഒരു ശുദ്ധീകരണത്തിന്റെ ഉറവയാണ്. എന്റെ യേശുവിന്റെ ശുദ്ധീകരണത്തിന്റെ ഉറവ എന്റെ ജീവിതത്തിൽ ദിവസേന ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം എത്ര കഷ്ടമായിരുന്നേനെ. ഹല്ലേലൂയ നിരാശയുള്ളവനായി ഞാൻ എന്റെ കിടക്കയിലേക്ക് പോകേണ്ടി വന്നേനെ. ഞാൻ കിടക്കുന്നതിന് മുമ്പ് കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ, എന്റെ ജീവിതത്തിലെ കുറവുകളെ കഴുകണമേ, സകല മാലിന്യങ്ങളും ഹല്ലേലൂയ സ്തോത്രം ഞാൻ അറിയാതെയും സാത്താൻ എന്നിൽ അറിഞ്ഞുകൊണ്ടും ഇട്ടിട്ടുള്ളതായ മാലിന്യങ്ങളും അതിന്റെ കെട്ടുകളും അതിന്റെ കെടുതികളും അതിന്റെ വിഗ്രഹങ്ങളും അതിന്റെ ബാധകളും അഴിച്ചു കളയണമേ എന്ന് എന്റെ യേശുവിലുള്ള പ്രത്യാശയോടുകൂടെ എനിക്ക് കിടന്നുറങ്ങുവാൻ കഴിയുന്നത് എനിക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു ഉറവ, ഒരു ശുദ്ധീകരണത്തിന്റെ ഉറവ കാൽവറിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ഒരു ഉറവയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിനകത്തു നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ യഹൂദനെ സംബന്ധിച്ച് ഹല്ലേലൂയ മാലിന്യത്തിന്റെ ഉറവ ദേശീയമായിട്ടുള്ള മാനസാന്തരമാണ് 12:10 മുതൽ ഹല്ലേലൂയ 14 വരെ നാം കണ്ടത്. അത് മുഖാന്തരം ഉണ്ടാകുന്ന ഉറവ അഥവാ അവരുടെ ശുദ്ധീകരണമാണ് 13-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 13:1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹൂദന്റെ ദേശീയ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പാപ പരിഹാര പെരുന്നാൾ എന്നുള്ളത്. ഹല്ലേലൂയ. യഹൂദനെ മോശയിൽ കൂടെ 7 ഉത്സവങ്ങളാണ് ലഭിച്ചത്. ഒന്ന് പെസഹ പെരുന്നാൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് പെസഹ കുഞ്ഞാട്. കൊരിന്ത്യ ലേഖനത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തു തന്നെ. രണ്ടാമത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. കർത്താവിന്റെ മൃതശരീരം അന്നാണ് ഹല്ലേലൂയ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലാണ് അരിമത്യ ഔസേപ്പിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടത്. ഹല്ലേലൂയ. മൂന്നാമതായി അവന്റെ ആദ്യ ഫലക്കറ്റ പെരുന്നാൾ. ആദ്യ ഫലക്കറ്റ പെരുന്നാളിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചവനായി, പാതാള ഗോപുരങ്ങളെ ജയിച്ചവനായി, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവനായി
ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. 4-ാമത്തെ പെരുന്നാളാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ. പെന്തിക്കോസ്ത് പെരുന്നാളിലാണ് ഹല്ലേലൂയ 120 പേരുടെ മേൽ പരിശുദ്ധ ആത്മാവ് ശക്തിയോടുകൂടെ കടന്നു വരികയും സഭയുടെ ആരംഭം, സഭയുടെ പിറവി നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിലിന്റെ ശക്തിയാണ് ഹല്ലേലൂയ സ്തോത്രം ആ കുഞ്ഞിന്റെ മേലുള്ള ശക്തിയെ വെളിപ്പെടുത്തുന്നത്. ഒരു കുഞ്ഞു ജനിക്കുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞു കരയുന്നില്ലെങ്കിൽ അടിച്ചു കരയിക്കും. കാരണം ഹല്ലേലൂയ ആ കുഞ്ഞിന്റെ ജീവനെ വെളിപ്പെടുത്തുന്നത് ആ കരച്ചിലാണ്. അതുപോലാണ് വേദവിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത്. കാൽവറിയിൽ നമ്മെ നൊന്ത് പ്രസവിച്ച കർത്താവായ യേശുക്രിസ്തു കാൽവറിയിലാണ് പ്രസവം നടന്നതെങ്കിൽ തന്നെയും ആ പ്രസവിച്ച കുഞ്ഞിന്റെ കരച്ചിൽ പെന്തിക്കോസ്ത് പെരുന്നാളിൽ ഹല്ലേലൂയ സ്തോത്രം ആ കുഞ്ഞിന്റെ മേൽ അഥവാ സഭയുടെ മേൽ പരിശുദ്ധ ആത്മാവ് ശക്തിയോടുകൂടെ കൊടിയ ആകാറ്റോടുകൂടെ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ആകാശം കീറി ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ ആ കുഞ്ഞിന്റെ മേലുള്ള അഥവാ ക്രിസ്തുവിൽ പിറന്ന സഭയുടെ ശക്തി എത്രയുണ്ട് എന്ന് പെന്തിക്കോസ്ത് നാളിലാണ് മനസ്സിലായത്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിനു വേണ്ടിയും ഹല്ലേലൂയ ആത്മ നിറവിന്റെ അനുഭവത്തിനു വേണ്ടിയും കൃപാവരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ഒരു ഭോഷത്വമായി ചിന്തിക്കുന്ന ഹല്ലേലൂയ ക്രിസ്തീയ സമൂഹങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയല്ലായിരുന്നു. വിളമ്പുന്നവർ പോലും ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. സ്തേഫാനോസ് മേശമേൽ ശുശ്രൂഷിക്കുന്ന 7 പേരെ തിരഞ്ഞെടുത്ത സന്ദർഭത്തിൽ അവരും പരിശുദ്ധാത്മ പൂർണ്ണരായിരുന്നു എന്നാണ് പ്രവൃത്തികളുടെ പുസ്തകം പറയുന്നത്. ദൈവസഭയിലെ ഏതു ശുശ്രൂഷ ഏതൊരുവൻ ചെയ്യുന്നുവോ അവൻ ആത്മ നിറവിന്റെ ശുശ്രൂഷ ഉള്ളവനായിരിക്കണം. ഈ കാലങ്ങളിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരവും നാം ആരാകുന്നു എന്നും ക്രിസ്തുയേശുവിനാൽ പിറന്ന കർത്താവ് നൊന്ത് പ്രസവിച്ച അവിടുത്തെ മക്കളാകുന്നു എന്നും നാം ആകുന്നു എന്ന് ലോകം മനസ്സിലാക്കേണ്ടത് നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധയാത്മാവിന്റെ ശക്തിയാലാണ്. പരിശുദ്ധയാത്മാവാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, പരിശുദ്ധയാത്മാവിനാലാണ് രോഗികൾ സൗഖ്യമായത്, പരിശുദ്ധാത്മാവിനാലാണ് ഭൂതങ്ങൾ പുറത്തുപോയത്, പരിശുദ്ധയാത്മാവിലെ സന്തോഷം ഹല്ലേലൂയ കർത്താവ് പ്രത്യേകം പറയുന്നു. ഈ കാലങ്ങളിൽ ദൈവസഭയ്ക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആത്മാവിന്റെ നിറവിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. 5-ാമത്തെ പെരുന്നാളാണ് കാഹളനാദ പെരുന്നാൾ. ഹല്ലേലൂയ സ്തോത്രം. 6-ാമത്തെ പെരുന്നാളാണ് പാപ പരിഹാര പെരുന്നാൾ. 7-ാമത്തെ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. ഇതിന് ചരിത്രമുണ്ട്, ഇതിനകത്ത് പ്രവചനമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇതിൽ നാം 6-ാമത്തെ പെരുന്നാളിനെ പറ്റിയാണ്. പാപ പരിഹാരത്തിനായി ഒരു ഉറവ ഹല്ലേലൂയ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. പാപ പരിഹാര പെരുന്നാളിൽ യഹൂദനെ ദേശീയമായി പാപശുദ്ധീകരണം വരുത്തേണ്ടതിന് ലേവ്യ പുസ്തകം 16-ാം അധ്യായം, ലേവ്യ പുസ്തകം 23-ാം അധ്യായങ്ങളിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് നമ്മുടെ കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും എന്റെ മുമ്പിൽ ഹല്ലേലൂയ പാപ പരിഹാര പെരുന്നാളിനെ പറ്റി പറയുവാൻ സമയമില്ല. ഹല്ലേലൂയ അടുത്ത ആഴ്ചയിൽ പാപപരിഹാര പെരുന്നാളെ ഹല്ലേലൂയ പറ്റി ഒരല്പമായും മേ ബി ഒരു 10 മിനിറ്റ്സ് ചിന്തിച്ചതിനു ശേഷം തുടർമാനമായി ഹല്ലേലൂയ യഹൂദനുണ്ടാകുന്ന ദേശീയ ശുദ്ധീകരണവും താഴോട്ടുള്ള വാക്യങ്ങളും നാം ചിന്തിക്കുന്നതായിരിക്കും. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അടുത്ത ചൊവ്വാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ബുധനാഴ്ച കൊണ്ടോ 13-ാം അധ്യായം ഫിനിഷ് ചെയ്യുവാൻ തീർച്ചയായും നമുക്കിടയായി തീരും എന്നാണ് എന്റെ ചിന്ത. ഹല്ലേലൂയ തീർച്ചയായും ഹല്ലേലൂയ മെയ് മാസം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം മെയ് മാസത്തിന്റെ പകുതിയാകുമ്പോഴോ അതിനു മുമ്പോ ഹല്ലേലൂയ സ്തോത്രം 2-3 ക്ലാസുകൾ കൊണ്ട് 14-ാം അധ്യായവും തീർക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരും. ഹല്ലേലൂയ അറ്റ് ദ മോസ്റ്റ് മെയ് മാസം മിഡിലോടുകൂടെ 14-ാം സെക്കറിയ പ്രവചനം ഫിനിഷ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമെന്നാണ് എന്റെ വിശ്വാസം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ധന്യമായി നമ്മെ അനുഗ്രഹിച്ച കർത്താവിന്റെ പാദപീഠത്തിൽ
സമർപ്പണത്തിനായിട്ടുള്ള സമയമാണ്. ആർക്കെങ്കിലും ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 13-ാം അധ്യായം തുടർമാനമായി ഹല്ലേലൂയ അടുത്ത ചൊവ്വാഴ്ചയും ഹല്ലേലൂയ സ്തോത്രം ചിന്തിക്കുന്നതായിരിക്കും. ചൊവ്വാഴ്ച തീർന്നില്ല എങ്കിൽ ബുധനാഴ്ച കൊണ്ട് ഹല്ലേലൂയ 13-ാം അധ്യായം തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കും. പ്രാർത്ഥനയോടുകൂടെ ഒരു സമർപ്പണത്തിലേക്ക് വാസ്തവമായി കർത്താവ് നമ്മളോട് ഇന്ന് രാത്രി സംസാരിച്ചല്ലോ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ മുഖാന്തരമാണ് എന്റെ യേശു കാൽവറിയിൽ തകർക്കപ്പെട്ടത്. എന്റെ ജീവിതത്തെ ഞാൻ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെന്ന് ആര് പറയും? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം പോരാതെ ഹല്ലേലൂയ ദുഷ്ടൻ ഹല്ലേലൂയ സ്തോത്രം നമ്മളിൽ ഇട്ടിരിക്കുന്നതായ മാലിന്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ദുഷ്ടൻ എറിഞ്ഞിരിക്കുന്ന ചേറുകൾ ഇവയൊക്കെയും ശുദ്ധീകരിക്കുവാൻ ഒരു ഉറവ നമുക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പാലസ്തീൻ നാടിനെ കർത്താവിനെയും ശുദ്ധീകരിക്കുവാൻ പോകുന്നത് പോലെ യഹൂദനെ ഹല്ലേലൂയ ദേശീയമായി കർത്താവ് ശുദ്ധീകരിക്കുവാൻ പോകുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒഴുകപ്പെടുന്നതായ ആ കാൽവറിയിലെ ഉറവയിൽ കൂടെ ഒരു വലിയ ശുദ്ധീകരണം, ഒരു വലിയ വിടുതല് ഹല്ലേലൂയ അത് ആന്തരികമായും അകത്തും പുറത്തും ഒരു വിടുതല്. ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അതിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ മാലിന്യത്തിന്റെ ദുരാത്മാവ്, അന്ധകാരത്തിന്റെ കെട്ടുകൾ, അതിന്റെ കെടുതികൾ പരിശുദ്ധ ആത്മാവിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്തെല്ലാം ബന്ധനങ്ങൾ കെട്ടുകൾ ദുഷ്ടൻ കിട്ടിയിരിക്കുന്നുവോ അവയിന്മേലൊക്കെയും കർത്താവേ ഒരു വിടുതൽ അയക്കണമേ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഉറവ, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം ഹേതുവായും സാത്താനെ ജയിച്ചു എന്നുള്ള ദൈവവചന പ്രകാരം ഒരു വലിയ വിടുതലെ യേശുവിന്റെ രക്തത്താൽ, ഒരു വലിയ വിടുതലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നമുക്കുണ്ടാകട്ടെ. ആര് സമർപ്പിക്കും? അതിനായുള്ള സമയമാണ്. ചില മിനിറ്റുകൾ മുമ്പിലുണ്ട്. സമർപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചെയ്യുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. കർത്താവ് സന്നിധിയിൽ പകരുന്ന ആയുസ് മുഴുവനും ജീവിക്കുവാൻ പൊന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരുമില്ലെന്ന് വിശ്വസിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ ഏഴകൾ കടന്നു വരുന്നു. അവിടുത്തെ വചനത്തിന്റെ മുമ്പാകെ ഏഴയെ സമർപ്പിക്കുന്നു. വചനം കേട്ട ഏവരെയും അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരികയും സമർപ്പിക്കപ്പെട്ട മകളെയും അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. ഇന്ന് രാത്രിയിൽ വലിയൊരു ശുദ്ധീകരണം ദേശീയമായി സഭാ മണ്ഡലങ്ങളിൽ ഉണ്ടാകുവാൻ ഏഴകൾ അപേക്ഷിക്കുകയാണ്. വ്യക്തിപരമായി കുടുംബ ജീവിതങ്ങളിലെ ഒക്കെയും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാത്താനിട്ടിരിക്കുന്ന മലിനത്തിന്റെ പ്രവർത്തനങ്ങൾ, ദുഷ്ടതയുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ കെട്ടുകൾ, അതിന്റെ കെടുതികൾ, അന്ധകാരത്തിന്റെ വ്യാപാര ശക്തികൾ ഇവയൊക്കെയും അഴിഞ്ഞ് മാറി തിരുനാമത്തിന്റെ മഹത്വത്തിനായി അവിടുത്തെ വിടുതലിന്റെ കരം വെളിപ്പെട്ട് കാണുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ഓക്ലഹോമ പ്രയർ ലൈനിനെ അനുഗ്രഹിക്കുമാറാകണമേ. അവരിൽ കൂടെ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിക്കുമാറാകണമേ. ഹല്ലേലൂയ. നാളെ നടക്കുന്നതായ പ്രാർത്ഥനയിലെ, ഹല്ലേലൂയ, പ്രഭാതങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകളിലെ, ഹിന്ദി ഇംഗ്ലീഷ് സർവീസുകളിലെ, ബൈബിൾ പഠനത്തിലൊക്കെ കർത്താവിന്റെ കരം വെളിപ്പെട്ട് കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്കെതിരായി, അനുഗ്രഹത്തിനെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളും അതിന്റെ ആഴങ്ങളും അഴിഞ്ഞു മാറണമേ. കർത്താവിന്റെ നാമം തന്നെ മഹിമപ്പെടുവാൻ കാരണമാകണമേ. യേശു രക്ഷകന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു ഓൾ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. താങ്ക് യു ആൾ. Amen. Praise the Lord.
കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചതോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് ദാസനുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പ്രത്യേക ഇന്ന് രാത്രികാലം ഈ സെഷൻ ലീഡ് ചെയ്തായ കർത്താവിന്റെ ദാസൻ മാത്തുക്കുട്ടിച്ചായനോട് ഏബ്രഹാം വർഗീസിനുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രികാലം പാട്ടുപാടിയതായ സിസ്റ്റർ റിൻസി രാജുവിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ആ കുടുംബത്തെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കിടന്നൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് അതിനായിട്ട് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ തലമുറയുടെ വിടുതലിന് വേണ്ടി എല്ലാ ദിവസവും നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കിടന്നൊന്ന് പ്രാർത്ഥിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും നമ്മുടെ തലമുറകളെ ദൈവസ്ഥനം ഉയർത്തിക്കൊണ്ട് അവിടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിപ്പാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 8 മുതൽ 9 വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സെഷനും അതിനുശേഷം 9 മുതൽ മലയാള സെഷനും ഉണ്ടായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റിമണിയും അതുപോലെ വചനസൂക്ഷയും കേൾക്കുവാൻ അതിൽ പങ്കെടുക്കുവാനും ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആരെങ്കിലും ഈ ഇൻഫർമേഷൻ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെയും ഇതിലേക്ക് ക്ഷണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മാത്രമല്ല മൺഡേയിൽ നടക്കുന്ന ഹിന്ദി സെഷനിലും അതുപോലെ ട്യൂസ്ഡേയിലും വെനസ്ഡേയിലും നടക്കുന്ന ബൈബിൾ സ്റ്റഡിയിലും മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുവാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേക ഈ ദിവസം നടക്കുന്ന വചന ശുശ്രൂഷയുടെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ഓക്ലഹോമ പ്രെയർ ലൈൻ എന്ന് സെർച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനായിട്ട് ആവശ്യമുള്ളവർ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. Amen. Praise the Lord. തന്നെ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞായി